ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറിലോ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. RRB ജൂനിയർ എഞ്ചിനീയർ 2026 നോട്ടിഫിക്കേഷൻ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവിനകത്ത് കുറച്ച് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ അവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ വരാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോട്ടിഫിക്കേഷന്റെ ഒരു ഗ്ലിംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻസ് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് പലതും ശ്രദ്ധിക്കേണ്ടി വരും. ജൂനിയർ എഞ്ചിനീയർ പോലെ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ 37ഓളം പോസ്റ്റുകൾ ഉണ്ട് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനകത്ത്. അപ്പോൾ ഓരോ പോസ്റ്റിന് മെഡിക്കൽ ഏതാണ്, ഓരോ പോസ്റ്റിന് ഏത് സോണിലാണ് അല്ലെങ്കിൽ ഏത് RRBയിലാണ് വേക്കൻസി കൂടുതലുള്ളത്, അവിടെ തന്നെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളത്, പോസ്റ്റിന് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം, അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ എല്ലാം വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കി കാണാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ സംശയങ്ങളെ എല്ലാം ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാം 2026 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഓഗസ്റ്റ് 14 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സെപ്റ്റംബർ 13 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആരും ചാടിക്കറി ഇപ്പോൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അത് കളക്ട് ചെയ്ത് വെക്കുക. അതിന് വേണ്ട അപേക്ഷകൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ OBC NCL ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. SC/ST ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അതിന്റെ വാലിഡിറ്റി നോക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ NOC സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. EWS ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട RRB ഏതാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ പോസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് മനസ്സിലാക്കി, പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലാക്കി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞോട്ടെ. അപ്ലിക്കേഷൻ ഡേറ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഇതാണ്. അത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 3-5 ദിവസം മുന്നെയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്ലൈ ചെയ്യുക, അതായത് ലാസ്റ്റ് ഡേറ്റിന് ഒരാഴ്ച മുന്നെയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് അവസാനിപ്പിക്കുക. ചാടിക്കറി അപ്ലൈ ചെയ്യരുത്, ഒരുപാട് ലാസ്റ്റിലേക്ക് പോകാനും നിൽക്കരുത്. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു വിൻഡോ കൂടെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മോഡിഫിക്കേഷൻ വിൻഡോ ഇപ്പോഴല്ല, അപ്ലൈ ചെയ്ത് അപ്ലിക്കേഷന്റെ ലാസ്റ്റ് സബ്മിഷൻ ഡേറ്റ്, അതായത് സെപ്റ്റംബർ 13 കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പറയുന്ന കറക്ഷൻ പീരീഡ് ആണ്. നിങ്ങളുടെ അപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് ഉള്ളത് എന്താ വെച്ചാൽ, ഈ പർട്ടിക്കുലർ അപ്ലിക്കേഷൻ, അതായത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ പർട്ടിക്കുലർ അപ്ലിക്കേഷനിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ആൻ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുത്താനായിട്ട് പറ്റില്ല. നിങ്ങളുടെ RRB നിങ്ങൾക്ക് തിരുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് RRB കൊടുക്കുന്ന സമയത്ത് അക്കൗണ്ടിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ, മെയിൽ ID തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വളരെയധികം ശ്രദ്ധയോടുകൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മോഡിഫിക്കേഷൻ വിൻഡോന്റെ കാര്യം. ഇതിനകത്ത് ഓരോ കറക്ഷനും നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ കറക്ഷനും നിങ്ങൾക്ക് അപ്പൊ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓരോ കറക്ഷനും ഈ പറഞ്ഞ പോലെ നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് കെട്ടി നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതിന്റെ ഡേറ്റ് 16 മുതൽ 25 വരെയാണ് വരുന്നത്. അപ്പോൾ മോഡിഫിക്കേഷൻ വിൻഡോന്റെ കാര്യം മനസ്സിലായി. ഇനി വേക്കൻസീസ് എത്രയാണ്? നമ്മുടെ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് പുറത്തു വന്ന സമയത്താണെങ്കിലും എംപ്ലോയ്മെന്റ് ന്യൂസിനകത്താണെങ്കിലും 4098 ഒഴിവ് എന്നാണ് പറഞ്ഞിരുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഒഫീഷ്യൽ നോട്ടീസിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നപ്പോൾ 105ഓളം ഒഴിവുകളുടെ ഒരു കിഴിവ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 3993 ഒഴിവുകൾ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3993 വേക്കൻസീസ് ആണുള്ളത്. 21 RRBകളിലായിട്ട് 37 പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടീസിനകത്തും അതുപോലെ തന്നെ ഇന്റേണൽ നോട്ടീസ് പുറത്തുവിട്ട സമയത്തൊക്കെ ആണെങ്കിൽ 35 പോസ്റ്റാണ് പറഞ്ഞിരുന്നത്. 2 പോസ്റ്റ് കൂടെ അധികമുണ്ട്, 37 പോസ്റ്റ് ഉണ്ട്. ബട്ട് വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട്. 3993 ഒഴിവാണ്. സ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഒഴിവാണ്. CMA പോസ്റ്റുകൾക്ക് നമുക്ക് ഇത്തവണ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതായിട്ട് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടില്ല. CMAക്കാർക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളും
അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്ത് കാണുന്നില്ല. അത് വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ ലൈവിനകത്ത് നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നോട്ടിഫിക്കേഷനകത്ത് കറന്റ്ലി അങ്ങനത്തെ ഡാറ്റാസ് നമുക്ക് അവൈലബിൾ അല്ല. വരുന്ന ദിവസങ്ങളിൽ 4098 വേക്കൻസി ആണല്ലോ ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തിരുത്തലുകൾ വന്നിട്ടുണ്ട്. വേക്കൻസീസ് വർദ്ധിപ്പിച്ച ചരിത്രമൊക്കെ RRBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് വേക്കൻസീസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിന് ഓൾറെഡി നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറിയാം. എന്നിരുന്നാലും ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ, ആദ്യമായിട്ട് RRBയെ പറ്റി കേൾക്കുന്ന കുട്ടികൾ, ആദ്യമായിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എലിജിബിലിറ്റി ഓവർവ്യൂ ഞാനൊന്ന് പറഞ്ഞു തരാം. ഏതോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അതിപ്പം റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും എലിജിബിലിറ്റിക്കകത്ത് പ്രധാനമായിട്ടും അവർ ഉറ്റുനോക്കുന്ന 3 ക്രൈറ്റീരിയാസ് ആണ്. 1 നിങ്ങളുടെ പ്രായം, 2 നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, 3 നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ അല്ലയോ. ഈ മെഡിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചിലപ്പം കേരള PSCക്കോ അല്ലെങ്കിൽ SSCക്കോ എടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ആ റെയിൽവേയുടെ കാര്യത്തിൽ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കമ്പൽസറി ആണ്, മെഡിക്കൽ ഫിറ്റ്നസ് കമ്പൽസറി ആണ്. അത് വേരീസ് വിത്ത് പോസ്റ്റ്. നിങ്ങൾ ഏത് തസ്തികയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിന് അല്ലെങ്കിൽ ആ തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. നിങ്ങൾ റിട്ടൺ എക്സാം അല്ലെങ്കിൽ OMR എക്സാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നിങ്ങൾ പാസ്സായാലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ അൺഫിറ്റ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഏജ് എലിജിബിലിറ്റി, എല്ലാ എക്സാമിനും പ്രായപരിധി ഉണ്ട്. അതുപോലെ തന്നെ എവിടെയുണ്ട്, നമ്മുടെ റെയിൽവേയിലുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും എല്ലാവർക്കും JEE അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കൈവശം ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 ഇയർ ഡിപ്ലോമ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും, കെമിക്കൽ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് DMS എന്ന് പറഞ്ഞ പോസ്റ്റ്. ഇതിനകത്ത് ഒഴിവുകളുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ, അപ്പോൾ ചോദിക്കാറുണ്ട് ലാറ്ററൽ എൻട്രി വഴി കയറിയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? സ്ഥിരമായിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു 3 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ 2 വർഷം പഠിച്ചോ 1 വർഷം പഠിച്ചോ എന്നുള്ളതല്ല. നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിന്ന് 3 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അത് അടിവരയിട്ട് മനസ്സിലാക്കി ഓർത്ത് വെക്കുക. ക്ലിയർ? ഇനി ഏജ് എലിജിബിലിറ്റിയുടെ കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏജ് എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് അവരവിടെ കൊടുത്തിട്ടുണ്ട്. 2194നോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള UR EWS കാൻഡിഡേറ്റ്സിന് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. 2191നോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള OBC NCL കാൻഡിഡേറ്റ്സിന് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. 2189നോ ശേഷമോ ജനിച്ചിട്ടുള്ള SC ST കാൻഡിഡേറ്റ്സിനും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രായപരിധിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഈ വീഡിയോയുടെ താഴെ ഇനി വന്ന് കമന്റ് ചെയ്യരുത്, ഞാൻ ഇന്ന ദിവസം ജനിച്ച ആളാണ്, എനിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതൊന്നും ഒന്ന് ചോദിച്ചേക്കരുത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്, എല്ലാത്തിനകത്തും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഈ ഡേറ്റിന് ശേഷമോ ജനിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്നിരുന്നാലും എൻ്റെ താഴെ കുട്ടികളൊന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അല്ലേ. 2194നോ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള UR EWS കാർക്ക് അപ്ലൈ ചെയ്യാം. 2191നോ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള OBC NCL കാർക്ക് അപ്ലൈ ചെയ്യാം. 2189നോ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള SC ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ 4 എക്സാം ഗ്രൂപ്പുകൾക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 എക്സാം ഗ്രൂപ്പ്സിനാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനി 3 ഇയർ ഡിപ്ലോമ ഇൻ ടെക്നിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാങ്കേതിക അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയുണ്ട്. അതല്ലാതെ മറ്റ് 36 പോസ്റ്റുകൾ, ടോട്ടൽ 37 പോസ്റ്റ് ആണുള്ളത്. അതിൽ ഒരു പോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നമ്മൾ മാറ്റി വെച്ചു. ബാക്കി 36 പോസ്റ്റുകളുണ്ട്. ഈ 36 പോസ്റ്റുകൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? 4 എക്സാമിനേഷൻ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 4 ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ മെക്കാനിക്കൽ ആൻഡ് അലൈഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും കോമ്പിനേഷൻസ്, അത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മെക്കാനിക്കൽ ഉണ്ട്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്. ഈ മേൽപ്പറഞ്ഞ ഇത്രയും ട്രേഡുകളോ ഇതിന്റെ കോമ്പിനേഷനിലുള്ള ആളുകൾക്കോ എന്ത് ചെയ്യാം? മെക്കാനിക്കൽ ആൻഡ് അലൈഡ് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ഗ്രൂപ്പിൽ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്,
ഇൻഫർമേഷൻ ടെക്നോളജിയോ ഇതിന്റെ മേൽ പറഞ്ഞതിന്റെ കോമ്പിനേഷനിലോ 3 ഇയർ ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡിനകത്ത് ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് അതിനകത്ത് 3 ഇയർ ഡിപ്ലോമ, അതായത് ട്രിപ്ലിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കോമ്പിനേഷനിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സിവിൽ ആൻഡ് അലൈഡിനകത്ത് 3 ഇയർ BSc ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ബിടെക്കാർക്ക് പറ്റുമോ എംടെക്കാർക്ക് പറ്റുമോ എന്ന് ചോദിച്ചു വരരുത്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയാണ് 3 ഇയർ ഡിപ്ലോമ. അപ്പൊ അതിന്റെ മുകളിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്ത ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അത് വേറെ നോട്ടിഫിക്കേഷൻ, ഇത് വേറെ നോട്ടിഫിക്കേഷൻ, അതിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡുകാർക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള പോസ്റ്റുകൾ മാത്രമാണോ പറ്റുന്നത്? അല്ല. അത് നിങ്ങൾക്ക് മെക്കാനിക്കൽ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ DMS അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ SND സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർക്കൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. എനി ഡിപ്ലോമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനി 3 ഇയർ ഡിപ്ലോമ ഇൻ ടെക്നിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാങ്കേതിക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരു 3 വർഷ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് DMS. DMSന്റെ കാറ്റഗറി നമ്പർ വരുന്നത് കാറ്റഗറി നമ്പർ 37 ആണ്. 37 പോസ്റ്റുകളിൽ 37ാമത്തെ പോസ്റ്റായിട്ട് കിടക്കുന്നതാണ് DMS. ഇനി സിവിൽ കാറ്റഗറിയിലുള്ള ആളുകൾ, നിങ്ങൾ സിവിൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സിവിൽ ഡിപ്ലോമ ഉള്ള അല്ലെങ്കിൽ സിവിൽ ബിടെക് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഒബ്വിയസ്ലി DMS. കാരണം എന്താണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള പോസ്റ്റുകളെല്ലാം തന്നെ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സെപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കാറ്റഗറി നമ്പർ വരുന്നത് കാറ്റഗറി നമ്പർ 10 തൊട്ട് കാറ്റഗറി നമ്പർ 20 വരെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പോസ്റ്റുകളാണ്. കാറ്റഗറി നമ്പർ 10 തൊട്ട് കാറ്റഗറി നമ്പർ 20 വരെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അതിലെ 20ാമത്തെ പോസ്റ്റ് ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല? സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ 20ാമത്തെ പോസ്റ്റ് എന്താണ്? ട്രാക്ക് മെഷീൻ ആണ്. ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ട്രാക്ക് മെഷീൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ആർക്കാണ്? ഇലക്ട്രിക്കലുകാർക്ക് പറ്റും, ഇലക്ട്രോണിക്സുകാർക്ക് പറ്റും, മെക്കാനിക്കലുകാർക്ക് പറ്റും. പക്ഷെ ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല? സിവിലുകാർക്ക് പറ്റില്ല. പക്ഷെ ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ്. ഓക്കെ, അതാണ് അതിന്റെ സാധ്യത. മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റ് ഒബ്വിയസ്ലി DMS അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെക്കാനിക്കൽ ട്രേഡിന്റെ കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളെല്ലാം തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ 21 മുതൽ 31 വരെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. 21 മുതൽ 31 വരെയുള്ള പോസ്റ്റുകളാണ് ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത്. അതിനുശേഷം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാറ്റഗറി നമ്പർ 1 മുതൽ 9 വരെയുള്ള പോസ്റ്റുകളാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത്. ആ പോസ്റ്റുകൾ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. നിങ്ങളുടെ കൈവശം 3 ഇയർ മെക്കാനിക്കൽ ഡിപ്ലോമയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 37 കാറ്റഗറി നമ്പർ DMS അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാറ്റഗറി നമ്പർ 21 മുതൽ 31 വരെയുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് 1 മുതൽ 9 വരെയുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എപ്പോൾ? നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗ്രൂപ്പ് കാണിച്ചു അല്ലെ. അതിനകത്ത് മെക്കാനിക്കൽ മാത്രമല്ല ഉള്ളത്, ഓട്ടോമൊബൈൽ ഉണ്ട്, അതുപോലെ തന്നെ മെക്കട്രോണിക്സ് ഉണ്ട് അല്ലെ, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് അങ്ങനെയുള്ള പല ട്രേഡുകളുണ്ട്. ഈ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് കാറ്റഗറിയിലുള്ള ആളുകൾ, അതായത് എക്സെപ്റ്റ് മെക്കാനിക്കൽ ഒഴിച്ച് ബാക്കി അലൈഡ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ഷൻ തൊട്ട് ഓട്ടോമൊബൈൽ തൊട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി നമ്പേഴ്സ് ആണ് 21 മുതൽ 30 വരെയുള്ള ഒരു കാറ്റഗറി നമ്പേഴ്സ്. 31ാമത്തെ പോസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നതല്ല, 31ാമത്തെ പോസ്റ്റ് ബാക്കിയുള്ള ആളുകൾക്ക് പറ്റുന്നതാണ്. നമ്മുടെ ട്രാക്ക് മെഷീന്റെ കഥ പറഞ്ഞ പോലെ തന്നെ അത് ഒരു ഡീസൽ മെക്കാനിക് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അത് ബാക്കി ട്രേഡുകാർക്ക് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. 21 to 30 നിങ്ങൾ ഓട്ടോമൊബൈലോ ഈ പറഞ്ഞ പോലെ മെക്കട്രോണിക്സോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ 21 to 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 to 9 ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ബിടെക് ഉള്ള കുട്ടികൾക്ക് എംടെക് ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ട്രിപ്പിൾ അല്ലെങ്കിൽ ഈസി ഡിപ്ലോമ ഉള്ള കുട്ടികൾക്ക് ഒബ്വിയസ്ലി 37ാമത്തെ കാറ്റഗറി നമ്പർ DMS അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കലിലുള്ള പോസ്റ്റുകൾ 21 മുതൽ 31 വരെയുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റുകൾ 1 മുതൽ നമ്മുടെ 9 വരെയുള്ള ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
SNT ഡിപ്പാർട്ട്മെന്റ് SNTയിൽ വരുന്നത് 32 മുതൽ 36 വരെയുള്ളതാണ് SNT, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആ പോസ്റ്റുകൾ മാർക്ക് അപ്ലൈ ആയിട്ട് പറ്റും. ഇലക്ട്രിക്കൽകാർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ആൾക്ക് അപ്ലൈ ആയിട്ട് പറ്റും. ഈ 32 to 36 വരെയുള്ള പോസ്റ്റുകളാണ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ആയിട്ട് പറ്റുന്നത്. IT-കാർക്ക് അപ്ലൈ ആയിട്ട് പറ്റുന്ന പോസ്റ്റുകളെല്ലാം ഈ 32 തൊട്ട് 36 വരെയുള്ള പോസ്റ്റുകളാണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത് 32 to 36 വരെയുള്ള പോസ്റ്റുകളാണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ 20 ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞ പോസ്റ്റ് മാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുകൂടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ആർക്കൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കാൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ സംശയം വിചാരിക്കേണ്ട കാര്യമല്ല, അത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ദൂരീകരിച്ച് പോകുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണും. നമ്മൾ ഇനി നോക്കുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും A, B, C കാറ്റഗറിയിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്നത്തെ നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ A കാറ്റഗറിയിൽ A3 എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, B1 എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, B2 എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്, C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഈ 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പ്രധാനമായിട്ട് ഈ നോട്ടിഫിക്കേഷനകത്തുള്ളത്. ഇതിലെ B2നെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല, നോട്ടിഫിക്കേഷനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ RRB അങ്ങനെ ഒരു മിസ്റ്റേക്സ് വരുത്താത്തതാണ്. സോ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ അമെൻമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. B2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ RRB തീർച്ചയായിട്ടും നമുക്ക് തരേണ്ടതാണ്. മറ്റ് പല എക്സാംസിനും B2 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ നോട്ടിഫിക്കേഷനകത്ത് അത് പർട്ടിക്കുലർലി മെൻഷൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ RRB തിരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതായിട്ട് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം, നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, എക്സാമിനേഷന്റെ പ്രോസസ്സ്, സെലക്ഷൻ പ്രോസസ്സിനകത്തൊന്നും യാതൊരു മാറ്റമില്ല. കഴിഞ്ഞ വർഷത്തെ 25ലെയും 24ലെയും പോലെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജ് സ്ക്രീനിങ്, സെക്കൻഡ് സ്റ്റേജ് മെറിറ്റ് ബേസ്ഡ്, തേർഡിൽ DV ആൻഡ് മെഡിക്കൽ ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 90 മിനിറ്റ്, -1/3 ആണ് നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് വരുന്നത്. അതിനകത്ത് 30 മാർക്കിന് നിങ്ങൾക്ക് മാത്സ് ഉണ്ടായിരിക്കും, 25 മാർക്കിന്റെ റീസണിങ് ഉണ്ടായിരിക്കും, 30 മാർക്കിന്റെ സയൻസ് ഉണ്ടായിരിക്കും, 15 മാർക്കിന്റെ GK ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് ഫസ്റ്റ് CBT 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CBT 2 150 മാർക്കാണ്. അതിൽ 100 മാർക്കിന്റെ ടെക്നിക്കൽ, 50 മാർക്കിന്റെ നോൺ ടെക്നിക്കൽ, ഇങ്ങനെയാണ് വരുന്നത്. 50 മാർക്കിന്റെ നോൺ ടെക്നിക്കലിനകത്ത് 15 മാർക്കിന്റെ GK, 15 മാർക്കിന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, 10 മാർക്കിന്റെ കമ്പ്യൂട്ടർ, 10 മാർക്കിന് എൻവയോൺമെന്റ്. ഈ രീതിയിലാണ് 50 മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി 100 മാർക്കിന് നിങ്ങൾ ഏത് ടെക്നിക്കലാണോ എടുക്കുന്നത് ആ ടെക്നിക്കലിന്റെ സംഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, സെലക്ഷൻ പ്രോസസ് ഒക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. ഇനി സംശയങ്ങൾ മാറ്റാം. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും കുറേ സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം നേരിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാറാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കയറാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 18-ാം തീയതി, ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്, വൈകുന്നേരം 7 മണിക്ക്. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഗൂഗിൾ ഫോമിൻ്റെ. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ക്ലിയർ ആക്കി തരുന്നുണ്ടായിരിക്കും. അതെല്ലാം ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിനകത്ത് ആ വെബിനാറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാം കണ്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ബാക്കി നമുക്ക് വെബിനാറിൽ വെച്ച് കാണാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.